ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ലെഡ്ജർ. എന്താണ് ലെഡ്ജർ, എങ്ങനെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം, ഇതാണ് ഇന്നത്തെ ടോപ്പിക്. ലെഡ്ജർ ഈസ് ദി പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ടിംഗ് സിസ്റ്റം ആൻഡ് ഈസ് കോൾഡ് ദ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി. എന്താണ് ലെഡ്ജർ? അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ ഒരു പ്രിൻസിപ്പൽ ബുക്കായിട്ടാണ് ലെഡ്ജറിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇത് സെക്കൻഡറി എൻട്രി ആയിട്ടാണ് ഇതിനെ എടുക്കുന്നത്. നമ്മൾ ഡെഫിനേഷനിൽ പഠിച്ചിരുന്നു സെക്കൻഡ് സ്റ്റെപ്പ് ഏതായിരുന്നു? ക്ലാസിഫൈയിങ് എന്നാണ്. ആ ക്ലാസിഫൈയിങ് സ്റ്റെപ്പ് ചെയ്യുന്നത് ഈ ലെഡ്ജറിന്റെ സഹായത്തോടു കൂടിയാണ്. ഇനി എങ്ങനെ നമുക്ക് ലെഡ്ജർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇൻ ദി ലെഡ്ജർ the transaction of the same nature are classified and grouped together at one place in the form of account. ഈ ലെഡ്ജറിനെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ക്ലാസിഫൈ ചെയ്യുക എന്ന്. ആ ക്ലാസിഫൈ ചെയ്ത് ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ച് അതിൻ്റെ അകത്ത് ഓരോ എൻട്രീസും പോസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓരോ ട്രാൻസാക്ഷൻ ഐറ്റത്തിനെയും ഓരോ ലെഡ്ജറിന്റെ കീഴിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. സിമിലർ നേച്ചറുള്ള എല്ലാ ഐറ്റംസും അതിലേക്ക് വരും, റെക്കോർഡ് ചെയ്യുന്നത്. ഇതാണ് ലെഡ്ജറിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ലെഡ്ജറിനും രണ്ട് സൈഡ് ഉണ്ട്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ആദ്യം വരുന്നത് ഡെബിറ്റ് സൈഡാണ്, പിന്നീട് ക്രെഡിറ്റ് സൈഡും നമുക്ക് നോക്കാം. ഇതാണ് ഡെബിറ്റ് സൈഡ് ഐറ്റംസ് ആയിട്ട് വരുന്നത്, ഇത് ക്രെഡിറ്റ് സൈഡ് ഐറ്റംസ് ആയിട്ടാണ് വരുന്നത്. ആദ്യം ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ആണ് ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, JF കോളം, എമൗണ്ട് കോളം. ഇത്രയും ഡെബിറ്റിൽ വരും. ഇനി ക്രെഡിറ്റിലോ അതുപോലെ തന്നെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. ഇങ്ങനെയാണ് ലെഡ്ജറിന്റെ ഫോർമാറ്റ് വരുന്നത്. ഇനി എന്താണ് JF എന്നത്? ജേണൽ ഫോളിയോ. ഇറ്റ്സ് ദ നമ്പർ അറ്റ് വിച്ച് യുവർ ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ് ഇൻ ദി ജേണൽ. ലെഡ്ജർ ഫോളിയോ നമ്മൾ ജേണലിലായിരുന്നു കൊടുത്തത്, അതുപോലെ തന്നെ ലെഡ്ജറിൽ കൊടുക്കുന്നതാണ് ജേണൽ ഫോളിയോ എന്നത്. ഈ ലെഡ്ജറിലുള്ള ഈ ട്രാൻസാക്ഷൻ ചെയ്ത ഐറ്റം ജേണൽ ബുക്കിന്റെ എത്രാമത്തെ പേജിൽ വരുമെന്നാണ് ഈ ലെഡ്ജർ ഫോളിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇറ്റ് ഷോസ് where your transaction have been recorded in the books of ledger. ഇത് ലെഡ്ജറിൽ എവിടെ റെക്കോർഡ് ചെയ്യും, എത്രാമത്തെ പേജിൽ ജേണലിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഈ ലെഡ്ജറിൽ നമ്മൾ കൊടുക്കുന്ന ഈ JF കോളത്തിൽ. ഓക്കെ ആണോ? ഇനി നമുക്ക് എങ്ങനെ ഒരു ലെഡ്ജർ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നേരത്തെ അതേ ക്വസ്റ്റ്യൻ, ജേണൽ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ വീണ്ടും എടുക്കുന്നു. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000. 50,000 രൂപ കൊണ്ട് ക്യാഷ് കൊണ്ടുവന്ന് ബിസിനസ് തുടങ്ങി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു, ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു. നോക്കാം. നമുക്ക് ഈ ലെഡ്ജറിൽ ചെയ്യുന്നത് ഓരോ അക്കൗണ്ട് രീതിയിലാണ് വരയ്ക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ജേണലിന്റെ അകത്ത് നമുക്ക് ഒരു ജേണൽ എൻട്രിക്കകത്ത് രണ്ട് ആസ്പെക്റ്റുകളുണ്ട്, ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട്. അപ്പൊ അതിന് ഓരോ സെപ്പറേറ്റ് ലെഡ്ജറുകൾ നമുക്ക് വരയ്ക്കണം. എന്നിട്ട് ആ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻ എല്ലാം അതിൻ്റെ അകത്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ രണ്ട് ലെഡ്ജറാണെന്ന് ഞാൻ വരച്ചിരിക്കുന്നത്, ഒന്ന് ക്യാഷും രണ്ട് ക്യാപിറ്റലും. ഇനി ആദ്യം ക്യാഷിൻ്റെ അകത്ത് പർട്ടിക്കുലേഴ്സ് കോളം ഒക്കെ കൊടുത്തു, എമൗണ്ട് കോളം അതുപോലെ തന്നെ ഫോർമാറ്റ് മാറ്റമൊന്നുമില്ല. ആദ്യം ക്യാഷിൻ്റെ അകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കേണ്ടത്. ജേണൽ എൻട്രി എന്തായിരുന്നു? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ ഇത് ഏത് അക്കൗണ്ടാണ്? ക്യാഷ് അക്കൗണ്ട്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരിക. ക്യാഷ് ഡെബിറ്റ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ക്യാഷിന്റെ ഡെബിറ്റ് സൈഡിൽ വരിക. അവിടെ ക്യാപിറ്റൽ എന്ന് എഴുതുക, ക്രെഡിറ്റ് ഐറ്റമായ ക്യാപിറ്റൽ എന്ന് എഴുതുക. എമൗണ്ട് കോളത്തിൽ എമൗണ്ടും കൊടുക്കുക. ഓക്കെ ആണോ? ഇനി അതുപോലെ തന്നെ ആണ് ക്യാപിറ്റലും വരുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ അകത്ത് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ എന്താ ചെയ്യുന്നത്? ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത് അല്ലേ? അപ്പോ ക്യാപിറ്റലിന്റെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് എഴുതുക.
ഓക്കെ ആണോ? കുറച്ചുകൂടി ഈസി ആയിട്ട് പറഞ്ഞാൽ ആ ജേണൽ എൻട്രി വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ക്യാഷിന് ഡെബിറ്റ് ക്രെഡിറ്റ് ഐറ്റം ഡെബിറ്റ് കോളത്തിൽ എഴുതുക. അടുത്ത ക്യാപിറ്റൽ ആണ് ക്രെഡിറ്റ്. അപ്പൊ ക്യാപിറ്റലിന്റെ അക്കൗണ്ടിലോ ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് ഐറ്റമായ ക്യാഷ് എഴുതുക. നേരെ തലതിരിഞ്ഞ് എഴുതുക. സൈഡ് മാറുന്നില്ല, പക്ഷെ ഐറ്റംസിന്റെ പേര് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്യാഷ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ എന്നും വരും, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷ് എന്നും വരും. മനസ്സിലായോ? ഇതുപോലെ എല്ലാ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാം. ഇനി ക്യാഷുമായിട്ട് വേറെ ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രാൻസാക്ഷൻ വരികയാണെങ്കിൽ വേറെ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. ക്യാഷിൽ എല്ലാ ട്രാൻസാക്ഷനും ഈ ക്യാഷ് അക്കൗണ്ടിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്ത് പോകേണ്ടത്. ഡിഫറെന്റ് ക്യാഷ് അക്കൗണ്ട് ഒന്നും വരയ്ക്കേണ്ട. ഒരു അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ട്രാൻസാക്ഷനും അതിൽ തന്നെ പോസ്റ്റ് ചെയ്യണം. ഇപ്പൊ ക്യാഷിന്റെ ഒരു അക്കൗണ്ട് ഞാൻ വരച്ചു, ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ട്രാൻസാക്ഷനും ഈ ലെഡ്ജറിൽ തന്നെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് പോകുന്നത്. ചിലത് ഡെബിറ്റ് സൈഡിലായിരിക്കും, ചിലത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും എന്ന് മാത്രം. അങ്ങനെ റെക്കോർഡ് ചെയ്തതിനു ശേഷം ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പാണ് ബാലൻസിങ് എന്ന് പറയുന്ന സ്റ്റെപ്പ്. ഈ ഡെബിറ്റും ക്രെഡിറ്റും ബാലൻസ് ചെയ്യുക. അതിന് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ഒരു സൈഡ് കൂട്ടി എടുക്കുക, ടാലി ചെയ്ത് എടുക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് ആദ്യം ഡെബിറ്റ് സൈഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് നമുക്ക് നോക്കാം. എത്രയുണ്ട്? 50,000 rupees. അത് ഈ എവിടെങ്കിലും സൈഡിലായിട്ട് നോട്ട് ചെയ്ത് വെക്കണം, നമുക്ക് ഡിഫറൻസ് കാണാൻ വേണ്ടിയാണ്. ഇനി ക്രെഡിറ്റ് സൈഡിലോ 0 വാല്യൂ. ചിലപ്പോൾ എമൗണ്ട് കാണാം, ഇവിടെ ഈ കേസിൽ ഇല്ല, 0 ആണ്. ചില കേസുകളിൽ കാണാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂട്ടിയെടുക്കുക. ഓക്കെ ആണോ? ആദ്യം ഡെബിറ്റ് കൂട്ടി ഒരു സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചു, ക്രെഡിറ്റ് കൂട്ടി അതും നോട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ഈ രണ്ടും കമ്പയർ ചെയ്ത് ഏത് സൈഡിലാണ് കുറവ് എന്ന് കണ്ടുപിടിക്കുക. ഇവിടെയോ ഈ ക്യാഷിന്റെ ഈ കേസിലോ ഡെബിറ്റിൽ 50,000, ക്രെഡിറ്റിൽ 0, ഒന്നും തന്നെ ഇല്ല. അപ്പൊ കുറവ് എവിടെയാ? ക്രെഡിറ്റ് സൈഡിൽ. ഇനി എത്ര രൂപയുടെ കുറവുണ്ട് എന്ന് അടുത്തത് കണ്ടുപിടിക്കുക. ഡിഫറൻസ് ഇവിടെ 50,000 തന്നെയാണ്. അപ്പൊ കുറവുള്ള സ്ഥലത്ത് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതുക. ബാലൻസ് ക്യാരി ഡൗൺ, C⁻D ആണ് ക്യാരി ഡൗൺ ഷോർട്ട് ഫോം. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതുക. എമൗണ്ട് കോളത്തിൽ ആ ഡിഫറൻസ് ഉള്ള എമൗണ്ട്, ഇവിടെ എത്ര ഡിഫറൻസ്? 50,000 ആണ്, അതുകൊണ്ട് 50,000 തന്നെ എഴുതും. ഓക്കെ ആണോ? അതിനുശേഷം രണ്ട് സൈഡും രണ്ട് എമൗണ്ട് കോളും, ഡെബിറ്റ് സൈഡിലെ എമൗണ്ടും ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ടും കൂട്ടി ടോട്ടൽ ചെയ്ത് എഴുതുക. എഴുതി കഴിയുമ്പോൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ എന്തോ തെറ്റുണ്ട്. ഓക്കെ ആണോ? ഒന്നുകൂടി പറയാം. ബാലൻസ് ചെയ്യുന്നത് ആദ്യം ഡെബിറ്റ് സൈഡ് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി വെക്കുക, പിന്നീട് ക്രെഡിറ്റ് സൈഡും കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി വെക്കുക. അതിനുശേഷം ഇത് രണ്ടും കമ്പയർ ചെയ്യുക. ഏത് സൈഡിലാണോ കുറഞ്ഞ എമൗണ്ട് ഉള്ളത് ആ സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുക്കുക, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ കൊടുക്കുക. എമൗണ്ട് കോളത്തിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, എത്ര രൂപയുടെ കുറവാണോ ഉള്ളത് ആ എമൗണ്ടും കൊടുക്കുക. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ടോട്ടൽ ചെയ്ത് എഴുതുക. ഓക്കെ ആണോ? ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് അതുപോലെ ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് ക്യാഷ് കിടക്കുന്നത്, ഡെബിറ്റ് സൈഡിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എവിടെയായിരിക്കും ബാലൻസ് ക്യാരി ഡൗൺ വരുന്നത്? ഡെബിറ്റ് സൈഡിലായിരിക്കും. കുറവ് അവിടെയാണ്, അതുകൊണ്ട് അവിടെ വരും. എഴുതി ടാലി ചെയ്തു. ഇങ്ങനെ വേണം ലെഡ്ജർ എഴുതി പോസ്റ്റ് ചെയ്ത് അതിന്റെ ബാലൻസ് കാണാനായിട്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി പഠിക്കുക. താങ്ക് യു.